ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്പോൺസേഡ് സ്കീം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാകുമ്പോൾ സ്വാഭാവികമായും അതിൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും കോൺട്രിബ്യൂഷൻ വരും. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്ക് വഹിക്കേണ്ടി വരുന്നത്. 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം കൊടുക്കുന്ന വിഹിതത്തിന്റെ അല്ലെങ്കിൽ ചെലവഴിക്കുന്ന വിഹിതത്തിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? അതാണ് ഞാൻ 2005 മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നയത്തിന്റെ സത്തയ്ക്കും സ്പിരിറ്റിനും 100% ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീം. കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന, സംസ്ഥാനങ്ങളുമായി പങ്കുചേർന്നുകൊണ്ട് നടക്കുന്ന നിരവധിയായ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പട്ടികയിൽ ഒരു പദ്ധതി കൂടെ വരുന്നു. അതാണ് തൊഴിലുറപ്പ് നിയമം. എന്നാൽ 2005 നിയമം അങ്ങനെയായിരുന്നില്ല. ഒരു റൈറ്റ്, ഒരു അവകാശം, 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ ദിനങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമവും ഇതും തമ്മിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല, ഇതിന്റെ പേര് തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയുടെ നാമകരണത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പേര് വിവിധ പദ്ധതികളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ രാഷ്ട്രപിതാവായി രാജ്യം അംഗീകരിച്ചിട്ടുള്ള, ലോകം അംഗീകരിച്ചിട്ടുള്ള, ലോകാദരണീയനായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയായ മഹാത്മാഗാന്ധിയുടെ പേര് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നിന്ന്, അതിന്റെ നാമകരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയെ പോലും തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള RSSന്റെയും സംഘ് പരിവാറിന്റെയും ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. NK പ്രേമചന്ദ്രൻ MP ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.